ഷാനുസ് കിച്ചൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഞ്ഞി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മൈദപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു അപ്പം ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ റവയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൈദപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു അപ്പം റെഡിയാക്കി എടുക്കാം. നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പാണിത്. അപ്പോൾ 2 കൂടിയാകുമ്പോൾ 1/2 കപ്പ് ഉണ്ടാവും. നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കയ്യിലിന് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ എന്ത് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്, ആ കറി റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള കറി ഞാൻ ഗ്രീൻ പീസാണ് റെഡിയാക്കി എടുക്കുന്നത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ കറി റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാവ് പൊങ്ങി വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മൈദ ആയതുകൊണ്ട് തന്നെ. കണ്ടില്ലേ, നല്ല ഓട്ടയായിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മളൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും അതിന് സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഗ്രീൻ പീസ് കറിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്ത് കറിയും കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റാണ്, അതെന്തായാലും അറിയിക്കുക. ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.